വാട്സാപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു പ്രോബി മാസ്റ്റർ പ്രോബ്ലോട്ട്സ് എന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പറ്റും. പ്രോബ്ലോട്ട്സ് എൻ്റെ മനസ്സിലല്ല ഗൈസ്, എൻ്റെ ചാനലാണ് ഫസ്റ്റ് ചാനൽ. ഇത് മെയിൻ ചാനലാണ്, മറ്റേത് ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണ മിസ്റ്റർ മീറ്റ് ആണ്. അപ്പോൾ നമ്മൾ പല ഗെയിംസും കളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗെയിമിലോട്ട് കിടക്കണേക്കാട്ട് മുമ്പ് തന്നെ ഈ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉള്ളതെല്ലാം അങ്ങനെ ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ നമുക്ക് അതായത് അമേലിയ ക്ലാർക്ക് എന്നുള്ള 28 വയസ്സുള്ള ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോബ് ചെയ്യണം. അപ്പോൾ ഈ മിസ്റ്റർ മീറ്റ് പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ഒരു ന്യൂസ് പോലും കേൾക്കില്ല. അപ്പോൾ നമ്മൾ ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി പോകും. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ നമ്മളാണ് ആഗ്രഹം. ഓ നോ ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നവർക്കറിയാം, അത് കാണിക്കാൻ വേണ്ടി മറന്നുപോയി, സോറി. ഓക്കെ, നമുക്കിപ്പോൾ ചെയ്യേണ്ടത് കുറച്ച് ടഫാണ്. കാലൻ എന്നെ കണ്ട്. ഇപ്പൊ ഗൈസ്, അപ്പൊ ഇയാൾ ഇവിടെ എത്തട്ടെ. ഗൈസ്, നിങ്ങൾ വലിയ വലിയ കട്ട തടിയൻ പുട്ടോസിനെ കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മോ, ഇയാളിന്റെ വേക്കലിട്ട് തോന്നുന്നു. ഐ ഗാട്ട് യു. ഓക്കെ ഗൂയ്സ്, അപ്പം നമുക്ക് കിട്ടിയേക്കണ സാധനം ഒരു വെറൈറ്റി ഒരു സാധനമാണ്. ആ സാധനമാണ് പ്ലെയർ. ഓക്കെ ഗൈസ്, നമുക്ക് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലെയർ വെച്ചിട്ടാണ് ബാക്കി കളി. ഇപ്പം ഇയാൾ ഇവിടെ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. നമുക്ക് നോക്കാം. നമുക്ക് ഇയാളെങ്ങനെ ഡൈവേർട്ട് ചെയ്യണം. ഡൈവേർട്ട് ചെയ്യാൻ ഇപ്പം എൻ്റെ പ്ലെയർ ഇല്ലേ? പ്ലെയർ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുക്കളയിലിടാം. അപ്പം അടുക്കളയിൽ അത് വേണ്ടല്ല. എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് നമുക്ക് മറ്റേ അടുക്കളയില്ലേ, മറ്റേ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തില്ലേ, നമുക്ക് അടുക്കളയിലേക്കാം. എന്നിട്ട് കുറച്ച് സൗണ്ട് ഉണ്ടാക്കാം. വാഷിംഗ് മെഷീനുള്ള സ്ഥലത്ത് സൗണ്ട് ഉണ്ടാക്കാം. അടുക്കളയിലേക്കാം. അതൊക്കെ ഇയാൾ ഇങ്ങോട്ട് നടന്ന് എന്നെ കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ കൂടെ ഞാൻ പോയിട്ട് മേളിൽ കയറിയിട്ട് പ്ലാങ്കൊക്കെ ഓൺ ചെയ്യാനൊക്കെ തന്നെ എൻ്റെ പ്ലാൻ. കൈസീമേനെ കെട്ടവൻ എവിടെ ഇപ്പം പോയി? ഇയാളെന്നാണ് ഇരുമ്പം വെച്ചിട്ടാണ് നടക്കണത്. ഭ്രാന്ത് കയറുന്നുണ്ട്. അവിടെ ഇയാളെ എവിടെ ഗൈസ്? അത്യാവശ്യം സാധനം കിട്ടി, പക്ഷെ എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ ഉള്ളതെന്ന് ഇയാൾക്ക് ഉലർന്നൂടാ. ഇയാളെവിടെയൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു ചുക്കൂല്ല. ഇപ്പം ഇയാൾ എന്നെ കാണും, എന്നിട്ട് അതിൽ കൂടെ കറങ്ങി വരുമോ? അതൊക്കെ ഞാൻ ഓടി കണ്ട കിഴങ്ങൻ. ഇയാൾക്ക് എന്താണെന്തോ ഐ ഗട്ട് യു ആ. നമുക്ക് ഇവിടുത്തെ നെയിലൂര. അപ്പം ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നെയിലൂരി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലണത് എവിടെ എങ്ങോട്ടാണ്? നമ്മളത് ഇങ്ങോട്ടായിരിക്കും നമ്മൾ നേരെ ചെല്ലണത്. ഓക്കെ, ഷെഡിലോട്ട്. പക്ഷെ ഇയാളിപ്പോൾ ഒരു നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇങ്ങോട്ട് ത്രോ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പം ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് തിരിച്ചു പോയിക്കോളൂ കാല്. ഓക്കെ, ഇയാൾ നമുക്കപ്പോൾ തിരിച്ചു പോകണവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഈ ഹംസൻ കാലൻ. ഓക്കെ, അയ്യേ എന്നെ കണ്ട വൃത്തിയായിട്ടോനെ എന്നെ കണ്ടിഷേ. ഇനെന്ത് ചെയ്യും? അങ്ങോട്ടെടുത്ത് തിരിച്ചാടാൻ പറ്റുമോ? ഗൈസ്, ഇത് അയാളുടെ തല അല്ലല്ലേ? ഇയാളെവിടെ? എന്ത് ഗൈസ്, ആ വൃത്തിയിടാൻ പോയാ? കണ്ട് ദേ ഗൈസ്, അവൻ തിരിച്ചു തന്നെ. ഇയാളെ ഞാനിന്ന് കുറച്ചേരും ഈ ഭാഗത്ത് ഇങ്ങനെ നടുക്ക് വെക്കാം. ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ആമ എടുക്കണം ഗൈസ്. ഇയാൾ മുള കാണാൻ പാടില്ല. ഓക്കെ, ഓക്കെ നമുക്കപ്പോൾ ഇയാൾ നമുക്കൊക്കെ ഇപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി പാടില്ല.
ഗൈസ് മുട്ട പോയാ, മുട്ട ചേട്ടാ പോയാ. ഇയാള് നിൽക്കുന്നില്ല, പോണ ലക്ഷണം കാണണില്ല. നമ്മളാണെങ്കിൽ ഇയാൾക്ക് പിടിയും കൊടുക്കൂല ഗൈസ്, അങ്ങനത്തെ ഒരു ആളാണ് നമ്മ. ഇയാളിത് അങ്ങോട്ടൊക്കെ പോണു ഗൈസ്. എന്താണ് തന്നെ ചേസ് ചെയ്യാൻ പറ്റാ. ഇതിനെ കണ്ടിട്ട് നടന്നു തന്നെ. ഞാനിപ്പോൾ ഇപ്പം ഇറങ്ങിയാൽ ഇപ്പം ഇയാൾ വരും, കാരണം എന്ന് വെച്ചാൽ പിന്നെ നോക്കിക്കൊണ്ടിട്ടാ പോയാ. ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും ആ തൂക്കെടുക്കാം, രക്ഷപ്പെടാം. ഇതാണ് നമ്മുടെ അന്നത്തെ മിഷൻ, രക്ഷപ്പെടാന്നല്ല. നമുക്ക് ആ തൂക്കെടുത്ത് നമുക്ക് അയാളെ തീർത്തളയാ അങ്ങോട്ട്, ഒന്നും നോക്കണ്ട. ഓക്കെ ആൾ പോകുന്നു. എനിക്കൊന്നും ചേസിങ് മ്യൂസിക് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ താഴത്തോട്ട് ഇറങ്ങണം, ആക്ഷൻ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് ചാടാൻ വേണ്ടി പോകും, കാരണം എന്ന് വെച്ചാൽ ഈ വാതിൽ പറഞ്ഞാൽ ആ മെനകെട്ടവൻ ഇങ്ങോട്ട് വരും, പിന്നെ നമ്മ ചത്ത്. ഓ നോ ഗൈസ്, എനിക്ക് അറിയായിരുന്നു ഇയാൾ വരുമെന്ന്. ഗൈസ് ഇനി നമുക്ക് എൻ്റെ ഞാൻ ഇങ്ങോട്ട് ഒരിക്കലും ചാടൂല, ഞാൻ മണ്ടത്തരം കാണിക്കൂല. എൻ്റെ കാര്യം ചെയ്യാം, ഈ അറ്റത്തേറിയിക്കാം, അയാൾക്ക് അപ്പം കാണാനും പറ്റൂലല്ലോ നമ്മളെ. ഗൈസ് ഈ ചേച്ചി മ്യൂസിക് പോണവരെ നമുക്ക് തലക്ക് സൗകര്യം ഉണ്ടാവില്ല. ഞാൻ വെറുതെ ആവശ്യം ഈ സാധനം പ്ലെയർ എടുത്ത് നിലത്തിടുകയും ചെയ്ത് ഇതൊരു മണ്ടത്തരം ആയിപ്പോയി തോന്നുന്നു. പോയാ എടോ ഇമ്മേനെ കിട്ടും, പോയാ നീ അത് പറഞ്ഞൂടല്ല. അതേ വന്നി. ആ ഗൈസ് ഇപ്പം ഈ ചേസ് മ്യൂസിക്കിന് എന്തോല ഗ്ലിച്ചടിച്ചാണ്, ഇയാളെന്നെ കാണൂല. എന്നിട്ട് അവസാനം പറ്റാണ്ടാവുമ്പോഴത്തേക്ക് ഇയാൾ തിരിച്ച് വീടിൻ്റെ അകത്തോടെ കയറിപ്പോ. മണ്ടൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കയറുള്ളൂ ഗൈസ്, അവിടെ കോഡ് ഉണ്ട് കേട്ടോ. ഇത്തവണ അയാൾ വരട്ടെ, ഞാൻ കാണാത്തൊരു ഇടി നിൽക്കും, എന്നിട്ട് അയാൾ എന്നെ ചേച്ചി. എനിക്ക് ഉറപ്പാണ് അത് അയാൾ ഈ മ്യൂസിക്കിൻ്റെ അർത്ഥം അതാണെന്നാണ്. മ്യൂസിക് എന്താ പോവാത്ത. Access to the house, access to the shed, access to the library, nailed boats. Get the cure, okay. ഇയാൾ കുറച്ചേരം ഓക്കാനിച്ചിട്ടൊക്കെ തിരിച്ചു പോട്ടെ. ഇത് എന്തൊരു ഗതിയാന്ന് നോക്കണത്. ഇയാളാണെങ്കിൽ പോണില്ല, ഞാനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലണില്ല. ഇപ്പം അങ്ങനത്തെ ഒരവസ്ഥയായി ഗൈസ്. പോയാ ചെകുത്താൻ പോയിന്നു. ചെകുത്താൻ പോയി തോന്നുന്നു ഗൈസ്. പക്ഷേ ഗൈസ് എനിക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങാനും പറ്റൂല, അത് വലിയ ടാസ്കായി. എൻ്റെ ഇയാളിങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇയാളെങ്ങനെങ്കിലും എന്നെ കാണാണ്ടിരിക്കട്ടെ. പക്ഷെ കാണാൻ ഇയാളെനിക്ക് മനപ്പൂർവ്വം നോക്കിയിട്ട് പോണ പോലെ. ഓക്കെ ഗൈസ്, ഇയാളിപ്പോൾ എന്നെ കണ്ടിട്ടില്ല, അപ്പം നേരെ അങ്ങോട്ട് നടന്നു പോവാണ്. പോയാ ഓക്കെ ഗൈസ്, അപ്പം കഴിവില്ലാത്തോണ്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പേടിക്കണ്ട.
ഗെയിമിന് വല്ല ഗ്ലിച്ചടിച്ചാണെന്ന്. മ്യൂസിക്കാ ഗൈസ്, നമുക്ക് നോക്കാം. തുറക്കാം, പോയി തോക്കെടുക്കാം, അവനങ്ങോട്ട് തീർത്തോളെ നമുക്ക്. തോക്കെടുത്ത് ഉണ്ടെടുത്തില്ലെങ്കിൽ അവൻ നമ്മക്കിട്ട് പൂശു. നമ്മ റെഡിയാണ് മച്ചു, നീ ഒന്ന് വന്ന് തന്നാ മതി. ബാ നീ നേരത്തെ എനിക്കിട്ട് കുറെ തന്നില്ലേ, എന്നാ പിടിച്ചു. അവിടെ കിടക്ക് കുറെ നേരായി. ആ മനുഷ്യനാണെങ്കിൽ അവിടെ പേടിച്ചിട്ട് ഞാൻ നോക്കാത്ത എന്തോ മ്യൂസിക്കിന് എന്തോ മിസ്റ്റേക്ക് ആയിരുന്നു ഗൈസ്. ഓ ഇപ്പൊ സൈലന്റ് ആയി ഗൈസ്. ഇപ്പൊ സൈലന്റ് ആയി. നോക്കിനെ അവനെ വൈലന്റ് ആക്കാണ്ട് നമുക്ക് നോക്കാം. ഓ മാറി ഇക്കട അവിടെ നിന്ന്. നമുക്കിനെ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ഗ്രീൻ കീ കണ്ടുപിടിക്കണമെന്ന് വെച്ചാണ്. ഗ്രീൻ കീ ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. പിന്നെ വയർ കട്ടർ ഗൈസ് നിൽക്കട്ടാ. ഗെയിം ചെറുതായിട്ടൊന്ന് ലാഗ് അടിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒന്നും സീനില്ല. അയ്യോ, ജോയ് സ്റ്റിക്ക് സൈസ് സെൻസിബിലിറ്റി കുറച്ചിട്ടുണ്ട് ഞാൻ, കാരണം ഇതെനിക്ക് ഇതെന്ത് സെൻസിബിലിറ്റിയാണിത് ഗൈസ്, ഇതെന്താണിത്? ഇതെന്താണ്? എന്തോ പ്രശ്നമുണ്ട്. ഞാൻ സെൻസിബിലിറ്റി ഇത്രയും കുറച്ച് വെച്ചിട്ട്. ഇയാളിപ്പനെയൊക്കെയാണെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് ഐറ്റമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടിട്ട് എനിക്കിപ്പോൾ പേടിക്കാനില്ല, ആരും എനിക്ക് പേടിയില്ല. അപ്പോൾ വേഗം പോയിട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഗ്രീൻ കീ കിട്ടി. ഓക്കെ, നമുക്കപ്പോൾ ഗ്രീൻ കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടേ തുറക്കണം. ഇയാളവിടെ ചത്തെടുക്കല്ലേ, ഇയാൾ നീച്ചിട്ടൊന്നുമില്ല. എനിക്കാണെങ്കിൽ കൊടുക്കാനുള്ള ഡോസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആൾക്ക് ടൈം ആയിട്ടില്ല ഗൈസ്. ടൈം ആകുമ്പോൾ കൊടുത്താൽ പോരെ ഗൈസ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നാൽ ഇയാൾക്കിട്ട് കൊടുത്തില്ലെങ്കിൽ ഗൈസ് എനിക്കിപ്പോൾ സമാധാനം ആവൂല. എണീക്കടോ വെട്ടിയിട്ടോ വാഴത്തണ്ട് പോലെ കിടപ്പ് കണ്ണുണ്ടാപ്പ. അതെന്തെങ്കിലും കടി. ഇയാളെന്താ എണീക്കാത്ത? ഇയാൾ എണീച്ചിട്ടുണ്ട്. അടുത്ത ഡോസും കൂടെ കൊടുത്തടക്കം എടുത്താൻ അവിടെ കിടക്കും. ഓക്കെ, അടിച്ചിട്ട് നമ്മ ബോധം കെടുത്തിട്ടുണ്ട്. ഇയാളെന്ത് പെട്ടെന്ന് കഴിച്ച് എണീക്കണേ? ഞാൻ എന്ത് പതുക്കെ എണീക്കണേന്ന്. ഓക്കെ, അമ്മ ഇപ്പോൾ ഗ്രീൻ കീ കൊടുത്തിട്ട് ആ സാധനം എടുത്തില്ലേ. നമുക്കിനെ അടുത്തത് നെക്സ്റ്റ് വയർ കട്ടറല്ലേ? ഇതെന്താണ് ഗൈസ്? ഇപ്പം ഞാൻ വയർ കട്ടർ ഇവിടെ കൊണ്ടുപോയിട്ട് ഇതാണ് ഗൈസ്. ഏതെങ്കിലും ഒരെണ്ണം എല്ലായിടത്തും ഇങ്ങനെ ഇപ്പം ഇറക്കിയിട്ട് നമുക്ക് പേടിക്കണ്ട. പക്ഷേ ഞാൻ വയർ കട്ടർ ഇങ്ങോട്ട് മാറി കിടക്കട ഇവിടെ നിന്ന്. എനിക്കാണ് വയർ കട്ടർ ഞാൻ ഇവിടെ ഇട്ടെന്നാണ് അതേ ഇറക്കണേ. നമുക്കിപ്പോൾ വേഗം പോയിട്ട് അവിടെ അടുത്തൊരു വയറുണ്ട്, കട്ട് ചെയ്യാം. പക്ഷെ പേടിക്കാനുള്ളത് അവിടെ ഒരു പന്നിയുണ്ട് ഗൈസ്, ഒരു വൃത്തിയായിട്ടൊരു പന്നി. പന്നിയുണ്ട് കണ്ട ഗൈസ്. പഴംപൊരി പോലെ ഇരിക്കണല്ലോ, സമൂസ പോലെ ഇരിക്കണ ഒരു പന്നിയില്. ആ വലിയ പന്നിയെ എണീച്ചിട്ടുണ്ടോ എന്തോ. വലിയ പന്നീനെ ചെറിയ പന്നീനെ എല്ലാവർക്കും ഇട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് പക്ഷേ അടിച്ചാൽ നമ്മ ചിലപ്പോൾ ചമ്മാൻ. നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് ട്രാൻക്വലൈസർ ഗൺ ഉണ്ട് ഗൈസ്. പിന്നെ അതുകൊണ്ടിട്ട് എനിക്കൊന്ന് ചെറുതായിട്ടൊന്നും എനിക്കൊന്നും പേടിക്കാനൊന്നുമില്ല. എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഇയാൾ ഏത് നിമിഷവും ഇങ്ങോട്ട് വരാം ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്ത് പട്ടിയൊക്കെ കുരക്കണം. മിസ്റ്റർ മേറ്റിനെ പട്ടികൾക്കൊരു ഇഷ്ടമല്ല ഗൈസ്. എന്ത് വലിയ ചന്ദ്രനാണ് ഗൈസ്. കണ്ടോ, ചന്ദ്രനെ വെടിയാക്കാൻ പറ്റും.
നേരെ അങ്ങോട്ട് ചെല്ലൂല. നമുക്ക് ബുദ്ധി ഉണ്ട്, ബുദ്ധി. അവിടെ കിടക്കവിടെ മറ്റേ പ്ലെയർ കൈസ് അവിടെ ഇട്ട് ഞാൻ നോക്കുമ്പോൾ സൗണ്ട് കിട്ടി. എന്നിട്ട് ഞാൻ അവിടെ പോയി നോക്കി കൈസ്, എന്നിട്ടും അയാൾ കിട്ടിയില്ല. പ്ലെയർ എന്താണ് ഇവിടെ കിടക്കണം? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ കൈസ്, നമുക്ക് പ്ലെയർ എടുക്കാം. പ്ലെയർ എടുത്ത ശേഷം നമുക്ക് വേണ്ടി ഹാമർ എടുക്കാനുണ്ട്. ഹാമർ നമുക്ക് കണ്ടെത്തണം. ഹാമറിൻ്റെ കൂടെ നമുക്ക് ആ ട്രാൻകുലൈസർ കണ്ടും കൂടെ എടുക്കണം. ആ ചെറിയ പന്നി അവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയ പന്നി കണ്ട സീനാണ്. ഇത് വീടിൻ്റെ അകത്തൊക്കെ കയറി വരും. ഓ വേഗം നെയിലയക്ക്. ചെറിയ പന്നി സമൂസ ഒഴിക്കണ സാധനം കണ്ട, അതാണ് കൈസ് ചെറിയ പന്നി. അതിനെ കാണണ്ട്. പിന്നെ കൈസ് ഒരു വട്ടം പോലും ചാവാണ്ടായിരിക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോണം. ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു വട്ടം പോലും ഇവിടുന്ന് ചാവൂല. ഗണ്ണെടുത്തു. ഒരു വട്ടം പോലും ചാവാണ്ടായിരിക്കും കൈസ് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കളിക്കണേൻ്റെ. ചെറിയ പന്നി നടന്നോട്ടെ. സമൂസനെ പെറുക്കി വെച്ചാൽ പേടിച്ചോ. ഇത് വാഴത്തണ്ടെടുക്കാന്ന് വിചാരിച്ചു ഞാൻ. ഇയാളവിടെ ഇനി അടിച്ചിടാൻ വേണ്ടി വെയിറ്റ് ആയിട്ട്. ഇയാൾ എവിടെ നിന്നായിരിക്കും എണീക്കണം? നമുക്കൊരു 5 ഡിസ്റ്റൻസ് മാറിയിരിക്കാം. കാരണം അയാൾ കുറച്ച് സീനാണ്. പെട്ടെന്ന് എണ്ണീച്ചിട്ട് ജെയിംസ് കെയർ എന്നാലോ? നമുക്കൊന്നും കഴിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേഗം ഇയാൾ ഷൂട്ട് ചെയ്യണം. 3-2 വന്നെന്ന് പറഞ്ഞാൽ ഇയാൾ എണീക്കട്ടെ. അത് ഈ ഭാഗത്തിട്ട് ഇവിടെയാക്കാം കഴിച്ച്. ഇതാണ് കുറച്ചും കൂടെ നല്ല സ്പോട്ട് തോന്നുന്നു. എണീക്കടൂ. One eternity later. അവിടെ കിടക്കവിടെ. അയ്യേ അയാൾ വൃത്തിയായിട്ടവനാന്ന് തോന്നുന്നു ഗൈസ്. അവിടെ കിടന്ന് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാനുണ്ടായി ഗൈസ്. ഓക്കെ 1 2 3 4. ഓക്കെ ഇവിടെ ഒന്നും കാണാനില്ല. നമുക്കപ്പോൾ ഇങ്ങോട്ട് പോയേക്കാം. ഹാമറാണ് കഴിച്ച് ഞാനിപ്പോൾ തപ്പണ. മ്യൂസിക് ബോക്സ് പീസല്ല. ഹാമർ അപ്പം ഇവിടെ ഇല്ല. ഇപ്പം നമുക്ക് ഈ ഭാഗത്തും കൊണ്ടുപോകാം. ഓ എൻ്റെ തൊട്ടടുത്തുണ്ടായി ഹാമർ. ഓക്കെ ഗായ്സ് നമ്മൾ എസ്കേപ്പ് ആവാറായി. നമുക്കൊരു ഡോസ് എടുത്തിട്ടോ ഗായ്സ്. ഡോസ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല. ഇയാൾക്കിട്ട് പൊളിക്കണമെങ്കിൽ നമുക്ക് ആ ഡോസ് വേണം. ഓക്കെ ഗൈസ് അപ്പോൾ ഡോസ് എടുക്കാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഡോസ് എടുത്ത്. ഇനി ഇയാൾ ഏത് നിമിഷവും ഇവിടെ വരും. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഓ എന്നെ കണ്ടു ഗൈസ്. വാ മോനെ വാ, സ്പീഡി വാ അണ്ണാച്ചി, സ്പീഡി വാ. അണ്ണാച്ചിക്ക് സോംബി അടിച്ചു തോന്നാണ് ഗൈസ്. അവിടെ കിടന്ന് എന്നൊക്കെ പറഞ്ഞ് അടിക്കാനുണ്ടായി. ഓക്കെ എസ്കേപ്പ് ആവാറായിട്ടാ. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു കോഡ് ഉണ്ട്. ഓക്കെ ഷെഡിലായിട്ട് ഞാൻ കണ്ടാണ് കോഡ്. ആ കോഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവും. ഓക്കെ കോഡ് എടുത്തിട്ടുണ്ട്. കോഡ് എടുത്ത ശേഷം നമുക്ക് മേളിൽ പോയിട്ട് അവിടെ ഒരു ഞാൻ കണ്ണാടി തല്ലി പൊട്ടിച്ചില്ല ഗൈസ് ബാത്റൂമിലായിട്ട്. അവിടെ ആയിട്ട് നമുക്ക് അപ്പോൾ കോഡ് കൊടുക്കണം. കോഡ് കൊടുത്ത ശേഷം കോഡിന് ആവശ്യമില്ല. പിന്നെ അവിടെ നമുക്ക് റെഡ് കീ കിട്ടും. അപ്പോൾ നമ്മൾ റെഡ് കീ എടുത്തോണ്ട് പോകണം. റെഡ് കീ എടുത്തോണ്ട് പോയിട്ട് അയാളിപ്പോൾ എണീച്ചിട്ടുണ്ടാവില്ല ഉറപ്പാണ്. ഞാൻ ഭയങ്കര സ്പീഡിലാണ് എടുത്തോണ്ട് കളിക്കണം. അതുകൊണ്ടിട്ടാണ് റെഡ് കീ എടുക്കണം. പോവാം നമുക്ക് രക്ഷിക്കാറായി. ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ അമേലിയ ക്ലാർക്കിനെ രക്ഷിക്കായി. അപ്പോൾ ഈ രക്ഷിക്കണേക്കാട്ട് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ എല്ലാം അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ 3 2 1 സ്റ്റാർട്ട്. ഗൈസ് അമ്മ ഗൈസ് അമ്മ അമേലിയ ക്ലാർക്കിനെ രക്ഷിച്ച്.
ഓ മോനെ ഗൈസ്, നമ്മ ഇത് മാത്രമല്ല ഗൈസ്, നമ്മ ഇതിൻ്റെ ഹാർഡ് മൂഡും ബാക്കിയുള്ള മൂഡ്സ് നമ്മൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണതായിരിക്കും. ഇതൊന്നും ടാർഗറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് പോയി ചെയ്യണം. അപ്പോൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. അപ്പോൾ ഗുഡ് ബൈ.